ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാചകത്തിന് വീഡിയോ ഇട്ടു. അത് നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു പാചകത്തിന് വീഡിയോ ഇട്ടു. അത് വേറെ പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ പാചകത്തിന്. എൻ്റെ മാമൻ്റെ പിറന്നാളും കൂടെ ആയതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഒരു പാൽപ്പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. സേമിയത്തിൻ്റെ നമ്മുടെ തനി മലയാളത്തിൻ്റെ സേമിയത്തിൻ്റെ കണ്ടില്ലേ. സേമിയ 2 പാക്കറ്റാണ് മതി, അല്ലെങ്കിൽ നമുക്ക് തികയത്തില്ല കേട്ടോ. 15 മിനിറ്റ് വയ്ക്കണം കണ്ടോ, അതിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നിർദ്ദേശങ്ങളും. നമുക്ക് ഇനി ബാക്കി വീഡിയോ വെക്കാം. ഇതാണ് ഇവിടെ പാല് തിളയ്ക്കാതായത് ഇപ്പം ഞാൻ കുറച്ച് വെച്ചേക്കണം. ഇനി കൂട്ടിയ പാല് മേലോട്ട് പൊങ്ങുന്നതായിരിക്കും. 5 സെക്കൻഡ്സ് കുറച്ച് നേരം നമ്മൾ കുറേ നേരം ചൂട് വെള്ളത്തിൽ കുറച്ച് പാൽപ്പൊടി ഇട്ടായിരുന്നു. ഒരു 4 സ്പൂൺ. നിങ്ങൾ ആവശ്യത്തിന് മാത്രമേ ഇടാവൂ. അധികം കൂടുതൽ ഇടാനും പാടില്ല, കുറവിടാനും പാടില്ല. ഇതേ രീതിയിലാണ് ഇടാം. 2 എണ്ണം നോക്കുകയാണെങ്കിൽ ഇതേപോലെ. ഇപ്പോൾ കുട്ടികൾ ഞാൻ പറയാനുള്ളത് അന്ന് പറഞ്ഞാൽ തീരെ അടുപ്പിൻ്റെ ഒക്കെ സൂക്ഷിച്ചേ പോകാവോ, ദേഹത്തൊന്നും വീഴാൻ പാടില്ല. ഇപ്പം അമ്മയും കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെന്നുള്ളതൊക്കെ പാൽപ്പൊടിയിലും ചേർക്കാം, അല്ല പാൽ വേണമെന്നുള്ളതൊക്കെ പാലിലും ചേർക്കാം. ഇപ്പോൾ നമ്മൾ പാൽപ്പൊടിയാണ് ചേർക്കണം. പാൽപ്പൊടിയാണ് നമുക്ക് ഇഷ്ടം, അതുകൊണ്ടൊക്കെ പാൽപ്പൊടി ചേർക്കാം. അപ്പോൾ അതാണ് ഗായ്സ്, കുട്ടികളെ ഇപ്പോൾ നമ്മൾ പാല് തിളച്ചിട്ടില്ലേ, പൊങ്ങി കേട്ടോ. ഗായ്സ് എൻ്റെ അമ്മ നട്ടു കേട്ടോ. ഇതിൻ്റെ പഞ്ചസാര, നട്ട്സ്, മുന്തിരി ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഉണക്കിയ മുന്തിരി, പിന്നെ നട്ട്സ്, പിന്നെ ഇതിനകത്തുള്ള എല്ലാം ഇതിൽ തന്നെ പടത്തിന് കാണാം നിങ്ങൾക്ക്. നട്ട്സ് ഉണ്ട്, ഏലക്കയുണ്ട്, ഉണക്കിയ മുന്തിരി ഉണ്ട്, പിന്നെ സേമിയ ഉണ്ട്. ഇത്ര നേരമുള്ളത്. നമ്മളിനി ഇത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പം പാൽപ്പായസം.